തുടങ്ങിയത്. ഈ പാർട്ടിക്കാർ എത്ര കൊച്ചു കുഞ്ഞുങ്ങളായത്. ഈ കുഞ്ഞുങ്ങളെല്ലാം വെമ്പല്ലേ. ഞാൻ എന്റെ കുഞ്ഞിനെ രാവിലെ എന്റെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചാ വന്നത്. ഈ പാർട്ടിക്കാർ ഇത് അഹങ്കാരമാണ്. ഈ പാർട്ടിക്കാരെല്ലാം എവിടെ ആയിരുന്നു? ഈ രാഷ്ട്രീയക്കാരെല്ലാം ഇത് വീഴുന്നതിന് മുമ്പേ എവിടെ ആയിരുന്നു? ഇപ്പോൾ ഒരു രക്ഷിതാവാണ്, ഒരു കുട്ടിയുടെ അമ്മയാണ് പോയത്. ആ ഒരു ചോദ്യം തന്നെയാണ് ഇവിടെ എല്ലാവരും ചോദിക്കുന്നത്. കാരണം ഉള്ളിലേക്ക് പ്രതിഷേധവുമായി കയറുമ്പോൾ PTA വന്ന് അടിക്കാതിരുന്നാൽ മതിയായിരുന്നു. പോലീസ് അവരെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ അവരെ പുറത്തേക്ക് മാറ്റുമായിരുന്നു. ഇത് PTA വീണ്ടും അവരും ഒരു എതിർ സ്വരത്തിൽ വരികയും പാത്രമെടുത്തെറിയുകയും ഒക്കെ ചെയ്തോടുകൂടിയിട്ടല്ലേ ഇതൊരു പരസ്പരമുള്ള ഒരു തമ്മിത്തലിലേക്ക് പോയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ അകത്തോട്ട് വരുമ്പോൾ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഒരു മുൻ മെമ്പർ, അതായത് രാവിലെ മാധ്യമങ്ങളടക്കം കയറരുത് എന്ന് പറഞ്ഞ് വന്നിരുന്ന CPM ഇവിടെ സ്ഥലത്തെ മെമ്പർ നിബു എന്ന പേരുള്ള മെമ്പർ, അദ്ദേഹത്തെ അവിടെ കണ്ടു. അതിനെ തുടർന്നാണ് പ്രവർത്തകർ ആക്രമികളായി അവർ വളരെ മുദ്രാവാക്യം വഴി അയാൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നത്. ഈ ഗേറ്റിന് പുറത്ത് കുറച്ച് CPM പ്രവർത്തകർ കൂടി ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഇന്നലെ ഒന്നും കാണാത്ത, അല്ലെങ്കിൽ ഇതിനു മുൻപ് ഈ കെട്ടിടം ഇത്ര ശോചനീയാവസ്ഥയിലായി. ഈ ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിൽ കുട്ടികൾ പഠിക്കുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത CPM പ്രവർത്തകർ അല്ലെങ്കിൽ പ്രദേശവാസികളായ രാഷ്ട്രീയക്കാരാണ് ഇപ്പോൾ അവരുടെ ആക്രോശം ഒന്ന് കേൾക്കട്ടെ, എന്താണ് അവർ പറയുന്നത്? ക്ലാസ് നടക്കുന്നുണ്ട്, ഇവിടെ കുട്ടികളെ പഠിക്കട്ടെ. നിങ്ങൾ ഈ പണി മതിയാക്ക്. ഞങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇവിടുത്തെ മെമ്പറായിരുന്നു SMG. ഈ കെട്ടിടമൊക്കെ ഞങ്ങളുടെ കഷ്ടപ്പാടി വന്ന ഇപ്പൊ ചാനലുകാര് അധ്യാപന സമയത്ത് പുറത്തു പോകണം. ചാനലുകാര് അധ്യാപന സമയത്ത് പുറത്തു പോകും. നിങ്ങൾ അടുത്ത ന്യൂസ് എത്തിപ്പോ നടക്കാനില്ല. ഇവിടെ പഠിത്തം നടക്കണം, ഇവിടെ പഠിത്തം നടക്കണം. ശാന്തമായിട്ട് പരിഹരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. നാടിന് ആവശ്യമുള്ള ഒരു സ്കൂളാണ് അത്. നിങ്ങളായിട്ട് ഇതിനകത്ത് കയറി വിദ്യാഭ്യാസ സമയത്തെയും റിപ്പോർട്ട് ചെയ്തു. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അകത്തുനിന്ന് പിള്ളേരുടെ ചേട്ടനും അനിയനും ഒന്നുമില്ല. ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകനും അല്ല. ഓക്കെ സുധിഷ, അവർ പറഞ്ഞ എന്താണെന്നുള്ളത് മനസ്സിലായി. അപ്പോ ഇന്ന് ഈ വിദ്യാർത്ഥികളെ പൂർണ്ണമായും പുതിയ കെട്ടിടത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തോ? പുതിയ കെട്ടിടത്തിലേക്ക് നമ്മൾ നേരത്തെ കണ്ട ഓഡിറ്റോറിയത്തിലുള്ള കുട്ടികളെയും ഈ പഴയ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന കുട്ടികളെയും, അതായത് 4, 5, 6 ക്ലാസുകളിലെ കുട്ടികളെ മുഴുവനായും 11 ക്ലാസുകൾ ഈ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ കെട്ടിടത്തിൽ നിന്ന് വളരെ ദൂരം അകലം പാലിച്ച് ഇവിടെ കുട്ടികൾ കളിക്കുന്നതിന് സമീപമുള്ള ഇടത്താണ് നമ്മൾ നിലയുറപ്പിച്ചത്. അതായത് പ്രധാന അധ്യാപകന്റെ നിർദ്ദേശപ്രകാരം ക്ലാസുകൾക്കോ അല്ലെങ്കിൽ വരുന്ന സ്കൂൾ വാഹനങ്ങൾക്കോ അധ്യാപകർക്കോ രക്ഷിതാക്കൾക്കോ ഒരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ പ്രധാന അധ്യാപകൻ എവിടെയാണോ നിർദ്ദേശിച്ചത് ആ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ നേരത്തെ CPM വാർഡ് അംഗം ഉണ്ടാക്കിയ പ്രശ്നത്തിന്റെ ബാക്കിയാണ് ഇപ്പോൾ കാണുന്നത്. പ്രദേശത്തെ പ്രാദേശിക CPM നേതാക്കൾ എത്തിക്കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. സ്കൂളിലെ അധ്യാപകരോ പ്രധാന അധ്യാപകരോ മറ്റേതെങ്കിലും നാട്ടുകാരോ ഈ പ്രശ്നത്തിന്റെ ഭാഗമായില്ല. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പ്രദേശത്തെ CPM പ്രവർത്തകരാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. ഏത് തരത്തിലാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പ്രതിരോധം തീർക്കുക എനിക്ക് മനസ്സിലാകാത്തത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. സ്കൂളുകളുടെ പ്രവൃത്തി സമയം തുടങ്ങുന്നത് 9:45-നാണ്. ഇവർ ആദ്യം മാധ്യമപ്രവർത്തകരോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ട് ആക്രോശിക്കുന്നത് 9:10 കഴിഞ്ഞപ്പോഴാണ്. ഇപ്പൊ സ്കൂളിന്റെ പ്രവൃത്തി സമയം തടഞ്ഞിട്ടില്ല. രണ്ടാമതേ ഈ കെട്ടിടം ഇത്രയും കാലം അവിടെ പണി ആക്കിയിട്ടിട്ടും കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്നത് പോലെ പഴയ കെട്ടിടത്തിൽ എഴുതി പഠിപ്പിച്ച കാലത്ത് ഇപ്പോൾ ഈ മുണ്ടുമാടി കുത്തി വിരല് ചൂണ്ടി ആക്രോശിക്കുന്നത് ആരെങ്കിലും അവിടെ എത്തി അന്വേഷിച്ചിട്ടുണ്ടോ ഈ കാര്യങ്ങൾ? ഇവരാരും ഈ ദിവസം വരെ ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇന്നലെ അത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരില്ല. സാധാരണഗതിയിൽ ഫിറ്റ്നസ് ഇല്ലാത്ത കുട്ടികൾ പഠിക്കാത്ത ഒരു കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു എന്ന നിലയിലേക്ക് മാത്രമാകുമായിരുന്നു കാര്യങ്ങൾ. പക്ഷേ ഇന്നലെ അവിടെ ഉണ്ടായിരുന്ന രക്ഷിതാക്കളും കുട്ടികളും നമുക്ക് മുൻപിൽ പറഞ്ഞതാണ്, കഴിഞ്ഞ ദിവസം വരെ ഞങ്ങൾ ഇരുന്ന് പഠിച്ചത് ഇതേ ക്ലാസ് മുറിയിലാണ്. ഈ വർഷം ഫിറ്റ്നസ് കൊടുക്കാത്ത ക്ലാസ് മുറിയിൽ ഇരുന്നാണ് തങ്ങൾ പഠിച്ചതെന്നുമാണ് കുട്ടികൾ പറയുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. ഒരു പക്ഷേ പ്രവൃത്തി ദിവസമായിരുന്നെങ്കിൽ കുട്ടികളും അധ്യാപകരും ഒക്കെ നടക്കുന്ന വഴിയിലാണ് ഈ ഒരു അപകടം ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ
വലിയൊരു ദുരന്തത്തിന് കൂടി സാക്ഷിയാക്കേണ്ടി വന്നേനെ. പക്ഷേ അതല്ല, ഞായറാഴ്ചയാണ് അപകടം ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ നമുക്ക് ആശ്വസിക്കാം. കനത്ത മഴയാണ്. ഇന്നിപ്പോൾ തീയതി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ക്ലാസ് തുടങ്ങി ഏതാണ്ട് ഒന്നര മാസം കഴിഞ്ഞു. ഈ 1.5 മാസം ആ കുട്ടികൾ അവിടെ പഠിക്കുമ്പോൾ ഈ ജനപ്രതിനിധികളോ എന്തിന് ഇന്ന് പ്രശ്നമുണ്ടാക്കിയ വാർഡ് മെമ്പറോ, ഈ പ്രശ്നങ്ങൾ തുടങ്ങി വെച്ചത് വാർഡ് മെമ്പറാണ്, ഈ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ഒരാൾ പോലും ആ ഫിറ്റ്നസ് ഇല്ലാത്ത ക്ലാസ് മുറികളിൽ ഇരുന്ന് കുട്ടികൾ പഠിക്കുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്. ആ കുട്ടികൾ അവിടെ പഠിക്കുന്നത് ഒരാളും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തി അവിടെ ക്ലാസുകൾ നടത്താൻ പാടില്ല എന്നൊരാളും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം നമുക്കറിയാം മിഥുൻ എന്ന് പറയുന്ന ഒരു 13കാരൻ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ പ്രശ്നത്തിന് ശേഷം പോലും ആരെങ്കിലും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുകയോ ഇടപെടൽ നടത്തുകയോ ചെയ്തിട്ടില്ല. അപ്പോഴാണ് ഇന്നലെ ആ കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു വീണത്. അപ്പോഴാണ് അത് വാർത്തയായത്. അപ്പോൾ പോലും നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്, സ്കൂള് മികച്ച നിലവാരം പുലർത്തുന്ന ഒരു സ്കൂളാണ്. നിരവധി കുട്ടികൾ, 1000ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു UP സ്കൂളാണ്. മികച്ച പഠന നിലവാരമുള്ള സ്കൂളാണ്, സർക്കാർ സ്കൂളാണ് ഈ സ്കൂൾ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതടക്കം ഊന്നി പറഞ്ഞുകൊണ്ടാണ് ആ കണ്ട കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ, അല്ലെങ്കിൽ ഫിറ്റ്നസ് ഇല്ലാത്ത കുട്ടികൾ ആ സ്കൂളിൽ പഠിക്കുന്നു എന്ന കാര്യം, അല്ലെങ്കിൽ ആ ക്ലാസുകളിൽ പഠിക്കുന്നു എന്ന കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. സ്വാഭാവികമായും ഇന്ന് ഈ മികച്ച നിലവാരത്തിലുള്ള കെട്ടിടം 1.94 കോടി രൂപ 9.4 കോടി രൂപ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി പണിത ഈ മികച്ച കെട്ടിടത്തിലേക്ക്, മികച്ച അടിസ്ഥാന സൗകര്യമുള്ള കെട്ടിടത്തിലേക്ക് കുട്ടികൾ മാറുമ്പോൾ സ്വാഭാവികമായും അതടക്കം നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ വന്ന് കുട്ടികൾ എല്ലാവരെയും സുരക്ഷിതരായി ഇത്രയധികം 2 കോടി രൂപ മുടക്കിയ ഒരു കെട്ടിടം പണിതു. പക്ഷെ അവിടേക്ക് വൈദ്യുതി കണക്ഷൻ ആകാതെ കുട്ടികൾക്ക് പുറത്തിരുന്നും പഴയ കെട്ടിടത്തിലിരുന്നും പഠിക്കേണ്ടി വന്നു. ആ കെട്ടിടം പൊളിഞ്ഞു വീണപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ മാധ്യമപ്രവർത്തകർ അവിടെ എത്തി. അവിടുത്തെ പ്രധാന അധ്യാപികയുടെ നിർദ്ദേശപ്രകാരം അവർ നിശ്ചയിച്ച സ്ഥലത്തെത്തി ഈ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ക്ലാസ് തുടങ്ങാൻ ഇനി 45 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴാണ് അവിടുത്തെ വാർഡ് മെമ്പർക്ക് മാധ്യമങ്ങൾ അകത്ത് നിൽക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം അവിടെ പ്രിൻസിപ്പലിന്റെ, ഹെഡ് മാസ്റ്ററുടെയും പോലീസിന്റെയും ഒക്കെ മുകളിൽ ഒരു അധികാരിയായി. അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി സഹാക്കളൊക്കെ പുറത്തു വന്നുകൂടി മാധ്യമങ്ങൾക്ക് നേരെ നടത്തിയ ആക്രോശമാണ് കണ്ടത്. ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി, ക്ലാസ് മുടക്കാൻ പാടില്ല, നിങ്ങൾ പുറത്തു പോകണമെന്നാണ് പറഞ്ഞത്. കൊടിയേന്തി കുട്ടികളെ വലിച്ചിറക്കി എത്രയോ ദിവസത്തെ അക്കാദമിക ദിവസങ്ങൾ നഷ്ടപ്പെടുത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരിക്കുന്നവരാണ് എല്ലാ പാർട്ടി നേതാക്കളും. ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അധ്യയനം മുടങ്ങുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം കൂടി ആലോചിച്ച് നോക്കിയാൽ മതി. ഇവിടെ ആ പുതിയ കെട്ടിടത്തിലേക്ക് എന്തുകൊണ്ടാണ്, കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കാര്യം പറഞ്ഞ പോലെ പണി പൂർത്തിയാക്കിയ പുതിയ കെട്ടിടത്തിലേക്ക് എന്തുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികളെ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം ഇത്രയും കാലം വൈകിയത്? ഒരു അപകടം ഉണ്ടായപ്പോൾ സ്വിച്ച് ഇട്ടതുപോലെ പിറ്റേ ദിവസം വിദ്യാർത്ഥികൾക്ക് മാറാമെങ്കിൽ ഇന്നലെ വരെ എന്തുകൊണ്ട് മാറിയില്ല എന്നുള്ളതിന് ഉത്തരമാണ് അവിടുത്തെ വാർഡ് മെമ്പർ, തദ്ദേശഭരണ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ വകുപ്പും വൈദ്യുതി ബോർഡും പൊതുമരാമത്ത് വകുപ്പും ഒക്കെ നൽകേണ്ടത്. ആ ചോദ്യങ്ങൾ ചോദിക്കുന്നവരകത്ത് നിൽക്കുന്നതാണ് അസഹിഷ്ണുത. അതുകൊണ്ടാണ് അവരോട് ഇറങ്ങാൻ പറയുന്നത്. അത്രയേ ഉള്ളൂ.